അപ്പം ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു സാധനം വന്നു. എന്ത് സാധനം ഒന്ന് കണ്ടതേ ഇതാണ് കുരങ്ങ്. എവിടെന്നാ വന്നേന്നൊന്നും അറിയില്ല, എങ്ങനെയാ വന്നേന്ന് അറിയില്ല. പട്ടിയൊക്കെ ഭയങ്കരമായിട്ട് അതിനായിട്ട് കുരയ്ക്കുകയും ശല്യം ചെയ്യണം കണ്ടപ്പോഴാണ് ചെന്ന് നോക്കിയത്. അപ്പം അടുത്ത് വലിയ കൊച്ചാണ് വന്ന് പറഞ്ഞ് ആൻറ്റി ഇതേ കുരങ്ങ് വന്നിട്ടുണ്ട്. നമ്മൾ ചെന്നപ്പോഴേക്കും ശരിയാ കുരങ്ങ്. പക്ഷെ പട്ടി ഭയങ്കരമായിട്ട് അതിനെ ശല്യം ചെയ്യണ്ടായേ. അപ്പം അത് മരത്തിൻ്റെ മേളിൽ കയറിയിരിക്കുക കേട്ടോ. എവിടെ നിന്നാണ് വന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ആളുകൾ പറയണ്ടായി മറ്റേ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വന്ന വണ്ടിയില്ലേ, ചരക്കും വണ്ടി, അതിൽ കയറി ഈ സാധനം ഇങ്ങനെ വരുമെന്ന്. അപ്പോൾ അത് അവിടെ കുറേ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിലോട്ട് വന്നിട്ടോ. അപ്പോൾ അത് ആ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തതെന്നറിയോ, കഴിക്കാനായിട്ട് ഫുഡ് കൊണ്ടുപോയി കൊടുത്ത്. കപ്പങ്ങ, ബ്രെഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ കപ്പങ്ങ അത് വാങ്ങിച്ചെങ്കിലും ബ്രെഡ് എടുത്ത് പിന്നെ വേറെ അടുത്ത് വില്ല കൊച്ച് വേറൊരു സാധനം കൂടി കൊടുത്തായിരുന്നു. അത് വാങ്ങിച്ചിട്ട് അതിലെന്തോ കപ്പലിൻ്റെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നത്. അത് അതിന് ഇഷ്ടമായിട്ടോ. ബ്രെഡും തിന്നണുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡാണേ കൊടുത്തത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ മേളിൽ കയറിപ്പോയിട്ടോ. പിന്നെ മേളിൽ പോയിരുന്ന് കഴിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അടുത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇന്നാൾ പെരുമ്പാവൂർ പോയപ്പോൾ കണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ കുരങ്ങ് വന്നത് ആദ്യമായിട്ടാട്ടോ. നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ കുരങ്ങ് വരാറൊന്നുമില്ല. ഈ കാടൊക്കെ അടുത്തുള്ളവർക്കൊക്കെ അല്ലേ കുരങ്ങ് അങ്ങനെ ചെല്ലാറുള്ളത്. പക്ഷേ ഇതിനെ കണ്ടിട്ട് പട്ടികൾക്ക് ഭയങ്കര ഇതായിരുന്നേ. പട്ടി ഭയങ്കരമായിട്ട് കുരച്ച് ശല്യം ചെയ്യണ്ടായി. എന്ന് പറഞ്ഞാൽ പട്ടിയൊക്കെ ഫസ്റ്റ് ടൈമല്ലേ ഈ സാധനത്തിനെ കാണണേ. അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് താഴെ ഇറങ്ങാൻ പേടിയായിരുന്നു കേട്ടോ. അത് മിക്കവാറും ആ മരത്തിൻ്റെ മേളിൽ തന്നെ കയറിയിരിക്കുമായിരുന്നു. നമ്മളെന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് വന്ന് വാങ്ങിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ എന്നാലും എൻ്റെ അടുത്ത് പോയി നിന്ന് കൊടുക്കാനൊക്കെ ശ്രമിക്കണുണ്ടായിരുന്നു. പക്ഷേ എന്തോ അതിങ്ങനെ നോക്കണുണ്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി. അപ്പം ഞാൻ പേടിച്ച് നിന്ന് കൊടുക്കണേ. എൻ്റെ നിപ്പ് കണ്ടാൽ തന്നെ അറിയാം എനിക്ക് നല്ല പേടിയുണ്ടെന്ന്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായി. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ കുരങ്ങ് കണ്ണപ്പൻ്റെ കാലിൽ പിടിച്ച് വലിച്ച്. എന്താണാവോ, കണ്ണപ്പനെ കണ്ടിട്ട് ഇഷ്ടമായില്ലെന്ന് തോന്നേ. പക്ഷെ അവന് ഓടിക്കളഞ്ഞിട്ട് അതിലും രസം. അവൻ ഒരു വഴി ഓടി, ഞാൻ വേറെ വഴി ഓടി. സാധാ കൊച്ചിൻ്റെ അടുത്തോട്ടല്ലേ ഓടണ്ടേ, പക്ഷെ ഞാൻ ഓടിയത് വേറെ വഴിക്കായിപ്പോയി കേട്ടോ. ഞാൻ പേടിച്ചു പോയി. എന്നാലും പേടിച്ചു പോയി ഇങ്ങനെയൊക്കെ ഓടുമെന്ന് ഞാൻ ഓർക്കണേ. അപ്പം ഞാൻ എന്നാലും ഇതിന് കൊടുക്കാനായിട്ട് ഞാനില്ലേ കുരങ്ങുന്ന എൻ്റെ കടിച്ചപ്പില്ലേ. അപ്പൊ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ട് കുറച്ചു നേരം കുരങ്ങ് അവിടെ നിന്ന് അതൊക്കെ തിന്നൊക്കെ കഴിഞ്ഞ് പിന്നെ കുരങ്ങ് അങ്ങ് പോയി കേട്ടോ. എങ്ങനെ പോയെന്നൊന്നും കണ്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഓക്കെ, ബൈ.